ഹായ്, ഡ്യൂട്ടിക്ക് ഇറങ്ങി ഒരു മാസത്തിന് 1.5 മാസം കൂട്ടാം. 1.5 മാസത്തിന് ശേഷം വണ്ടിയൊക്കെ ഫുള്ള് ഉഷാറാക്കി വെച്ചിരിക്കുന്നത്. എന്താ 4 ടയറും മാറ്റി, AC കുറച്ച് തണുപ്പ് മീനിനൊക്കെ റെഡിയാക്കി, ഓയിൽ മാറ്റി, അങ്ങനെ വണ്ടി ക്ലിയറായി. അപ്പം അങ്ങനെ കുട്ടികൾ വരാൻ വേണ്ടി കാത്തിക്കണം. സ്കൂൾക്ക് പോവാണ്, ചെക്കനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇന്ന് 2 ആക്കുണ്ട് സ്കൂള്. ആദ്യത്തെ ദിവസേ സ്കൂൾക്ക് പോയത് വെറും പെണ്ണിനെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂൾ. അതുകൊണ്ട് മറ്റേ നമ്മളെ പഴയ സ്കൂൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ചെക്കനുണ്ട് പെണ്ണിനുണ്ട്. അപ്പോൾ നമ്മളെ പഴയ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണണം. ഉണ്ടാവുമെന്ന് അറിയില്ല. മറ്റേ ഒരാൾക്ക് ഞാൻ വിളിച്ചിക്കണ്. നാട്ടിൽ പോയപ്പോൾ തന്നെ ഒരു അച്ചാറൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. പൈസ കമ്മിയായതുകൊണ്ട് ചെറിയൊരു അച്ചാറിൻ്റെ കുപ്പി വാങ്ങിയിരുന്നു. അപ്പോൾ കൊടുക്കും വേണം. വേറെ ആരൊക്കെയുള്ളത് കാണാം, പഴയ ആൾക്കാരൊക്കെ ഉണ്ടോ നോക്കാലോ. സംഭവം ഓലെ കാണുകയൊക്കെ ചെയ്തു. വേറെ പുതിയ 2 ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അതിന് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആളെ കണ്ടു, ഓനെ അച്ചാറൊക്കെ കൊടുത്തു. പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. വേറെ സംസാരങ്ങൾക്കിടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നാളെ ഇപ്പോൾ ഡെയിലി കാണുന്നല്ലേ. സ്കൂൾ വിട്ടിട്ടുണ്ട്, ചെക്കൻ ഇറങ്ങിയിട്ടില്ല. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു 2.25 കിലോമീറ്റർ ഉണ്ടാവും ഒരു റൗണ്ട്. ഇത്രയും വലിയ ഗ്രൗണ്ടാണ്. ഇങ്ങനെ റൗണ്ട്, ആ ഒരു റൗണ്ട് ഓടിങ്ങാണ്ട് വരിക. ഓടിക്കൊണ്ട് നിൽക്കുക. ഒരു 2 കിലോമീറ്റർ ഓട്ടം ഡെയിലി. വീടിൻ്റെ അവിടെ ഒരു പാർക്കുണ്ട്, റൗണ്ട്, വലിയ റൗണ്ട് അബൌട്ട് പാർക്കാണ്. വലിയ വട്ടത്തിലൊരു പാർക്കാണ്. അത് മൊത്തം റൗണ്ട് അടിച്ചിട്ട് പോരും. പിന്നെ രാവിലെ കുറച്ച് എക്സസൈസ്, ഇത് മതി. നാട്ടിൽ പോയിട്ടേ വയറിൽ കൂടിയിട്ട് രക്ഷല. എക്സസൈസ് ചെയ്ത് നിർത്തിയാൽ തുടങ്ങും ബലൂണിൻ്റെ മാതിരി വയറിന് പൊന്തും. തുടർന്നുകൊണ്ടേയിരിക്കണം. സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം വന്നതാണ്. റൂമിൽ വന്നപ്പോൾ ഇവരൊരു കുടുംബക്കാരത്തിണ്ട് ഇവിടെ, മൈ ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ നൈസാണ്. അപ്പോൾ ഓള് വണ്ടി കേടന്നിട്ടേ ഓളൊന്ന് കൊണ്ടാക്കാൻ വന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്, കൊണ്ടാക്കി പോരാണ്. റൂമൊക്കെ എത്തിയിട്ട് വേണം ചോറൊക്കെ ഉണ്ടാക്കാൻ. നമ്മളിവിടെ പുതിയ വീട്ടിൽ വന്ന കണ്ണൂർക്കാരനെ പാവം, അവൻ്റെ വണ്ടി എവിടെ പോയി ഒന്ന് കുത്തിയിട്ട് ഇപ്പോൾ അതിൻ്റെ 70% പറ്റത് തെറ്റാന്നൊക്കെ പറഞ്ഞിട്ടേ അവൻ്റെ ഒന്ന് പൈസ കുടിക്കുന്നൊക്കെ പറഞ്ഞിരിക്കണേ. എന്താകുന്നാവോ. ഓൻ്റെ തള്ളയാണ്, ഓൻ്റെ കെഫീല് തള്ളയെന്ന് അറിയില്ല, പക്ഷെ തള്ളയാണ് അവിടെ ഈ കൈകാര്യം ചെയ്യണത് മൊത്തം. ഈ തള്ളാർ കൈകാര്യം ചെയ്താൽ കഴിഞ്ഞു ആ പേര. പിന്നെ അവിടുത്തെ ഡ്രൈവർ അവസ്ഥ പറയണ്ട. ഒരന്തവും കുന്തവും ഉണ്ടാവില്ല. ഒരു പറയണത് എന്താ തന്നെ. വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാണ്, എന്താണെന്ന് അറിയില്ല അത്. പിന്നെ എന്തിനാ ബെൻറ്റിൽ നിന്ന് പിടിക്കണമെന്ന് അറിയില്ല. പേപ്പറൊന്നും വന്നിട്ടില്ല എന്നാ പറഞ്ഞ്, വന്നറിയാം. അപ്പോൾ വീടെത്തി നമുക്ക് ചോറുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, ചോറ് റെഡി. ബീഫ് അടുപ്പത്താണ്. അങ്ങനെ നമ്മളെ ബീഫ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി, ഇനി എന്ത് ചെയ്യാറ്, നമ്മളെ ഊറ്റിയ ചോറില്ലേ അത് വേറൊരു പാത്രത്തേക്ക് ഈ ബീഫ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ചോറണ്ട് ഇട്ടേക്കുക. ബിരിയാണി ദമ്മിടുന്ന മാതിരി. അത് വേറൊരു ടേസ്റ്റാണ്. എന്നാൽ കറിയൊന്നും വേണ്ട, ബിരിയാണി മാതിരിയാണ് തിന്നാം. കുറച്ച്
കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചോറിൻ്റെ മേലെ കുറച്ച് ഒഴിക്കാണ്ട് കേട്ടോ. ഇപ്പം തൽക്കാലം ഒന്ന് ചെറിയൊരു ഓവറായിട്ട് ഡ്രൈ ആവണം. അപ്പോൾ ചെറുതായിട്ടൊരു നെയ്യ് അത് പൊളിക്കും. ബിരിയാണി മോഡലേ കറിയൊന്നും ഇല്ലാത്തുമ്പോൾ ചാറില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ചാറ് ഇതൊന്നും വേണ്ടത് അങ്ങനെ കഴിക്കാം, നല്ല രസമാണ് ബിരിയാണി പോലെ. നമുക്ക് നമ്മളെ ബീഫ് എടുത്തിട്ട് ഇതിലേക്കാണ് ഇടാം. ഇതിലേക്കിടാം. ചോറ് ഇങ്ങനെ ബീഫിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് നല്ല അബൂക്കാസിൻ്റെ അരിയാണ്, നല്ല അടിപൊളി ബസ്മതി റൈസാണിത്. ലേശം നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവിൻ്റെ ചൂട് ഇപ്പോഴും ഉണ്ടാവും. ഒരു 10 മിനിറ്റോളം ആ സ്റ്റൗവിൽ ചൂടുണ്ടാവും. കറണ്ട് സ്റ്റൗ അത് ഓഫാക്കിയാലും അതിൻ്റെ ചൂടുണ്ടാവും. അപ്പോൾ ആ ദമ്മിൽ നമ്മൾ അടച്ചിട്ടിട്ട് ഒന്നുണ്ട് അടച്ചിടുക. കാരണം ചോറ് ഒരു 3/4 വേവേ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കിടന്ന് ചൂടായിട്ടേ ഉഷാറായിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ദമ്മെടുക്കാം. അത് കഴിഞ്ഞു. ഒക്കെ ചടപടനുള്ള പരിപാടിയാണ്. 10 മിനിറ്റ് കൊണ്ട് പരിപാടി വെച്ചാൽ ഒക്കെ സംഭവം കഴിഞ്ഞു. ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. സ്കൂളിൽ വിട്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പം റെഡിയാണ്. ഓക്കെ.